നമ്മുടെ കൊല്ലം ജില്ലയിലെ മനോഹരമായ ഒരു സ്ഥലമാണ് പാണ്ഡവൻ പാറ. ഈ ഒരു പേരിൽ ഒരുപാട് പാറകളുണ്ടെങ്കിലും നമ്മുടെ കഥയിലെ നായകൻ പുനലൂരിനും തെന്മലയ്ക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഉറുകുന്നു എന്നൊരു കുഞ്ഞു ഗ്രാമത്തിലെ മനോഹരമായ സ്ഥലമാണ് പാണ്ഡവൻ പാറ. അത്യാവശ്യം ട്രക്കിങ്ങും മലമുകളിലെ വ്യൂവും ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലം തന്നെയായിരിക്കും. ഇതൊരു അണ്ടർ റേറ്റഡ് ആയി പോയ സ്ഥലമാണ്. ഇങ്ങോട്ടുള്ള വീഡിയോസോ അതുപോലെ തന്നെ ഇങ്ങോട്ടുള്ള തിരക്കോ ഒക്കെ വളരെ 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 കുറവാണ്. മലമുകളിലായി ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ ദർശനത്തിനായി വരുന്ന കുറച്ച് ഭക്തർ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടുത്തെ കാഴ്ചകളോ കാര്യങ്ങളോ കാണാനായിട്ട് ആരും തന്നെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ തീർത്തും സമാധാനമായി കുറച്ചു നേരം പോയിരിക്കാൻ പറ്റിയൊരു മനോഹരമായ സ്ഥലം തന്നെയാണ് പാണ്ഡവൻ പാറ. ഇവിടുത്തെ വിശേഷങ്ങളും മനോഹരമായ കാഴ്ചകളെല്ലാം ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നാലോ? അപ്പോൾ നമ്മളെന്തായാലും പാണ്ഡവന്മാരുടെ മണ്ടയിൽ പോരുന്ന കുറച്ച് ചായ കുടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ചായക്കടയിൽ 2 ചായ മേടിക്കാം. സോ അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ പാണ്ഡവൻ പാറയിലേക്കുള്ള എൻട്രൻസ്. വന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയത്തില്ല. മേളിലൊരു അമ്പലമുണ്ട്, അതിൽ ചെറിയൊരു വഞ്ചിപ്പെട്ടിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുവഴി ജസ്റ്റ് കയറിപ്പോയി കഴിഞ്ഞാൽ മേളിലാണ് നമ്മൾ കാണാൻ വന്ന ബ്യൂട്ടിഫുൾ ആയ ഒരു ലൊക്കേഷൻ. വന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ വീട്ടിലേക്ക് കയറി പോകുന്ന വഴി കണക്കെ ഉണ്ട് സ്ഥലം. അയ്യോ, ഇപ്പൊ കേറിയപ്പോ തന്നെ ടയർഡായി കേട്ടോ. നമ്മുടെ താഴത്തെ പടിയിൽ നിന്നാണ് കേറി ഇത് മേലേറി പോകുന്നത്. ഈ വീട്ടിലെ ചേട്ടനാണെങ്കിൽ അമ്പലത്തിൽ കൊടുക്കാനായിട്ട് നമ്മുടെ കുറച്ച് എന്തോ ഒരു സാധനം വാഴയിലേക്ക് പോയി തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും കയറി പോവാണ്. കുറച്ച് ഭക്തി സാന്ദ്രമായിട്ട് കയറി പോകുന്ന കരുതി പ്രസാദത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നത് കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതുവരെ ഉള്ളൂ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ അങ്ങോട്ട് ട്രക്കിംഗ് മോഡാണ് കേട്ടോ. ഇനിയിപ്പം നമ്മുടെ നല്ല ഉരുളം കല്ലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത പടികളാണ് മൊത്തം. താഴ്ന്ന് വരുന്ന വഴിക്ക് നമ്മൾ വെള്ളമൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് ഭയങ്കര കാര്യമായി. ഇല്ലെങ്കിൽ ഇത് കയറി ഇറങ്ങി നമ്മൾ തളർന്ന് പിണ്ടളയാനെ. മേലെ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ നല്ല വൈബാണ് കേട്ടോ. നമ്മുടെ സിറ്റിയിലെ തിരക്കുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി സമാധാനമായിട്ട് ഈ ഒരു കാട് പോലുള്ള പ്രദേശത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു വ്യൂ കാണാൻ. വേറെ തിരക്കൊന്നുമില്ല, നമ്മൾ മാത്രം. എന്തല്ലേ തളർന്ന് കേട്ടോ, നല്ലോണം തളർന്ന് വിയർത്ത് കുളിച്ച് പണ്ടാറ തുടങ്ങി കേട്ടോ. ചെറുക്കെ താഴും നടന്ന് കയറി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ പാണ്ഡവന്മാരുടെ വ്യൂ പോയിന്റ് എത്തിയില്ല, അതിന് മുന്നേ ആയിട്ട് ചെറിയൊരു കാട് വെട്ടിത്തെറിച്ച പ്രദേശം കണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ വരെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ പാണ്ഡവന്മാരുടെ ടോപ്പ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ ഒരു വൈബ്. നമ്മളെ കിതച്ച് കയറി വന്ന് തീർത്ത് കുളിച്ച് ദേ മേലെത്തി. ഈ കാറ്റ കൊള്ളുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അമ്പോ അടിപൊളി. അമ്പലം ആയതുകൊണ്ട് ഇവിടെ പാദരക്ഷകളും കാര്യങ്ങളൊക്കെ പുറത്തിട്ടിട്ട് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചെരുപ്പൊക്കെ ഇവിടെ സേഫാക്കി ഇട്ടിട്ട് അമ്പലത്തിനുള്ളിൽ കയറി പോവാം. അപ്പോൾ നമ്മൾ താഴെ നിന്ന് കയറി വന്നപ്പം താഴത്തെ വീട്ടിലൊരു ചേട്ടൻ ഇവിടെ പ്രസാദം കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് വാഴയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നമുക്ക് അമ്പലത്തിൽ തിരുമേനിയോ മറ്റോ നേപ്പിക്കണം. എൻ്റെ മോനെ, നിങ്ങൾ ആ സൺസെറ്റ് നോക്കിയേ, അടിപൊളി. അപ്പോൾ നമുക്ക് ടോപ്പിൽ കയറി കഴിഞ്ഞാൽ അവിടെയായിട്ട് വൈബ് രീതിയിൽ, അതായത് അമ്പലത്തിന് തൊട്ടു മേലെയായിട്ട് സൂര്യനിങ്ങനെ അസ്തമിച്ച് വരുന്ന എന്തൊരു വൈബാണെന്ന് അറിയാൻ വേണ്ടി. ടോപ്പിൽ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു ശിവലിംഗവും കാര്യങ്ങളൊക്കെ കാണാം. മേലെയായിട്ട് ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നു. ഇത് താഴെയായിട്ട് നോക്കിയാൽ കറക്റ്റ് നമ്മൾ വന്ന ടൈമിലാണെങ്കിൽ ഒരു ട്രെയിന് നൈസായിട്ട് പോകുന്നുണ്ട്. ആ ട്രെയിൻ വന്നിട്ട് നമ്മുടെ തെങ്കാശിക്ക് പോകുന്ന ട്രെയിനാണ് കേട്ടോ. ഇവിടുന്ന് കൊല്ലം പൊല്ലൂർ വഴി തെങ്കാശിക്ക് പോകുന്ന ട്രെയിനാണിത്. അമ്പോ അടിപൊളി.
അപ്പൊ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ പാണ്ഡവംപാറയുടെ ഫൈനൽ വ്യൂ പോയിന്റ് വന്നിട്ട് അവിടെയായിട്ട് സൂര്യൻ അങ്ങനെ അസ്തമിച്ച് വരുന്നുണ്ട്. തൊട്ട് ഓപ്പോസിറ്റ് നോക്കുവാണെങ്കിൽ ചന്ദ്രൻ അവന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. താഴെയായിട്ട് നോക്കുവാണെങ്കിൽ ഒറ്റക്കൽ വ്യൂ പോയിന്റ് കാണാൻ പറ്റും കേട്ടോ. താഴെ നൈസായിട്ട് വെള്ളം ഒഴുകി പോകുന്നുണ്ടോ, അതാണ് ഒറ്റക്കൽ വ്യൂ പോയിന്റ്. അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് അവിടെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ, അതാണ് നമ്മുടെ തെന്മല ഡാം വന്നിട്ട്. എന്തോ ഒരു വൈബ് അല്ലേ. അതും പെർഫെക്റ്റ് ടൈമിലാണ് നമ്മൾ വന്നത്. വന്ന വഴിക്ക് ചെറിയ രീതിയിലുള്ള മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ടോപ്പിൽ കയറി കഴിയുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ചുറ്റും ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ പടർന്ന് കിടക്കുന്നത്, സൂര്യാസ്തമയം, ചന്ദ്രോദയം, ആകെ ഒരു ബ്യൂട്ടിഫുള്ളായ വൈബ് തന്നെ കേട്ടോ. പിന്നെ നമ്മുടെ അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന പാട്ടും അത് പ്രത്യേക ഒരു ഫീല് തന്നെയാണ്. ഇത്രയും നമ്മുടെ തൊട്ടടുത്ത് കിടന്നിട്ട് ഇത്രയും നാളായിട്ടും ഇവിടെ വരാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ ഫേവററ്റ് ലിസ്റ്റിൽ, സ്വന്തം നാട്ടിലെ ഫേവററ്റ് ലിസ്റ്റിൽ ഈ സ്ഥലം പിൻ ചെയ്ത് വെക്കും. കാര്യം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ടൊക്കെ വരണം, എന്നാലേ ആ ഒരു വൈബ് കിട്ടത്തുള്ളൂ. കാര്യം നമ്മൾ ആ കുന്നും മലയിൽ കയറി വന്നപ്പോഴത്തേക്ക് ഇത്രയും അടിപൊളിയായിട്ടൊരു വ്യൂ നമ്മുടെ മുമ്പിൽ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ എന്താണ്, അവിടുന്ന് കയറി വന്ന ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ടോപ്പിൽ കയറി കാഴ്ചകൾ കാണുമ്പം അതെല്ലാം ഇല്ലാതായിപ്പോയി കേട്ടോ. അമ്മാതിരി എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ ടോപ്പിൽ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടിപൊളി. അപ്പൊ നമ്മള് ഈ ഒരു വർഷത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ചായ കുടിയാണ്. കാര്യം ഇത്രയും നല്ല വ്യൂ പോയിന്റ് അവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് ചായ കുടിച്ചാൻ പോകണേ. എടുത്ത് ഒഴിയടേ. അപ്പൊ താഴെ ചേച്ചിയുടെ കടയിൽ നിന്ന് മേടിച്ച ചായ ഉണ്ട്, പിന്നെ കുറച്ച് പഴംപൊരിയും കേക്കും എല്ലാം മേടിച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു വ്യൂ പോയിന്റ് കിടി ഇരുന്ന് കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അതൊരു തനി സുഖം. അങ്ങനെ ഇത്രയും നേരം നമുക്ക് വഴി കയറാൻ സഹായിച്ച് വെളിച്ചം തന്ന സൂര്യൻ നന്ദി പറഞ്ഞ് സൂര്യൻ ദാ അവിടെ അസ്തമിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ താഴോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. അതുവഴി ഇറങ്ങി കറങ്ങി തിരിഞ്ഞ് നമുക്ക് താഴെ വരെ പോകാൻ പറ്റും. അപ്പുറത്ത് ഇതുകൊണ്ടൊക്കെ സൈഡുണ്ട് കേട്ടോ. ഇറങ്ങി നടന്നു പോയി കഴിഞ്ഞാലൊക്കെ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ നല്ല ഇരുട്ടായി. ഇരുട്ടായിട്ട് ഇനിയിപ്പോൾ താഴോട്ട് നമ്മൾ ഇറങ്ങിപ്പോകുന്ന മാതിരി കുറച്ച് ഡാർക്കാണ്. വഴി ഇപ്പം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിലും ഡാർക്കാവും. അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ പാണ്ഡവംപാറയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ട്. നമ്മൾ സൺസെറ്റ് കണ്ടു, ചായ കുടിച്ചു, ഭയങ്കര സമാധാനം. ഇതിന്റെ ടോപ്പിൽ കയറി നിൽക്കുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അതൊരു തനി സുഖം. ഇന്നത്തെ വീഡിയോ വളരെ 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 ചെറിയൊരു വീഡിയോ ആണ്. കാര്യം ഇതെനിക്ക് കാണിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ടോപ്പിൽ കയറി വരുന്ന ആ ഒരു വഴിയും പിന്നെ വ്യൂവും ഒക്കെ ധാരാളം തന്നെ. ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അത് ഇവിടെ വന്ന് ഇത് ഫീൽ ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അതൊരു തനി സുഖം. അപ്പം അത്രയുള്ള വീഡിയോ. പുതിയൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ വർത്താണ് കേട്ടോ, 100% വർത്താണ്. ഇതൊരു ടൂറിസം പ്ലേസോ കാര്യങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു അമ്പലം, അതിൻ്റെ ഒരു വൈബ്, ഈ ഒരു സൺസെറ്റ്, സൺറൈസ് ആണെങ്കിൽ സൺറൈസ്, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അതനുസരിച്ച് വരിക. രാവിലെങ്കിൽ രാവിലെ, അല്ലെങ്കിൽ വൈകുന്നേരമെങ്കിൽ വൈകുന്നേരം. എൻ്റെ ഫേവറേറ്റ് എപ്പോഴും സൺസെറ്റാണ്. കാര്യം സൺസെറ്റൊക്കെ അടിച്ച് കുറച്ചു നേരം കിടന്ന് നല്ല അത്യാവശ്യം ഇരട്ടൊക്കെ ആകുമ്പോൾ ഇറങ്ങി താഴോട്ട് പോകണം. അല്ലെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലാവും. ഇതാകുമ്പം വൈബാണ്. അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രീസോൺ വീണ്ടും വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അടിച്ചു വിടുക. ഓക്കെ, ബൈ. അപ്പം നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മുടെ അമ്പലത്തിലെ തിരുമേനി കുറച്ച് തണുത്തോടൊക്കെ പിടിച്ച് തന്നിട്ടുണ്ട്. പോട്ടെ, ശരിയാണ്, നമ്മൾ ഇറങ്ങുകയാണ്. അപ്പം താഴെ പോകുമ്പോഴത്തേക്ക് എന്തായാലും നല്ല ക്ഷീണിക്കും. അപ്പോൾ എന്തായാലും തണുത്തോളം കുടിച്ച് പോകാം. പിന്നെ വേറൊരു ഇതും കൂടെ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നൈറ്റ് ഇവിടെ ഒന്ന് സ്റ്റേ അടിച്ച് നല്ല രീതിക്ക് സൺറൈസും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇവിടെ ദേവസ്വം ബോർഡിനെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ഇവിടെ നിന്ന് സ്റ്റേ അടിച്ച് രാവിലെ ഇവിടെ നിന്നുള്ള സൺറൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അമ്പലമാണ്, അതിൻ്റേതായ മാന്യത കീപ്പ് ചെയ്ത് നൈറ്റ് ഇവിടെ നിന്ന് സ്റ്റേ അടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ജസ്റ്റ് ഒരു അഡ്വൈസായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, പോകുന്നതിന് മുന്നേ ഈ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ.